സിന്ധു എന്ന് വെച്ചാൽ അതിനുവേണ്ടി സമയം ചിലവഴിക്കാറില്ല. കാരണം പറ്റുന്നില്ല. കാരണം അവളത് എല്ലായിടത്തും സർവ്വവ്യാപി പോലെയാണ്. ദിയയുടെ പ്രശ്നമുണ്ടെങ്കിൽ അവിടെ കാണും, അമ്മുവിൻ്റെ കൂടെ ഷൂട്ടിങ്ങിന് ബോംബെ കാണും, ഇഷാനി എറണാകുളത്ത് ഷൂട്ടിങ്ങിന് അവിടെ കാണും, ഇത് കഴിഞ്ഞ് ഓമിയെ കുളിപ്പിക്കാൻ നോക്കുമ്പോൾ അവിടെയും സിന്ധു ഉണ്ട്. അപ്പോൾ സിന്ധു ഇങ്ങനെ സർവ്വവ്യാപിയാണ്, എല്ലായിടത്തും കാണും. അതിൻ്റെ ടെൻഷനും കാണും. വിജു കിടന്ന് ചുമ്മാ എപ്പോഴും എന്നെ ഫോണിൽ വിളിക്കല്ലേ, ഞാൻ ഓമിയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും പറയും. അപ്പോൾ സിന്ധുവിൻ്റെ ഇടയിൽ കൂടി എപ്പോഴൊക്കെയോ ക്യാമറ ഓൺ ചെയ്ത് വയ്ക്കും, എന്നിട്ട് ചുമ്മാ എന്തെങ്കിലുമൊക്കെ എടുക്കും. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഇരിക്കണ തന്നെ ചുമ്മാ സംസാരിക്കും, അതെല്ലാം കൂടെ എടുത്ത്. ഇതാണ് സിന്ധുവിൻ്റെ ഒരു വ്ളോഗ്. രാത്രിയാകുമ്പോൾ ടെൻഷൻ, ഇനി എന്നെ വിളിക്കല്ലേ, എനിക്കിത് എഡിറ്റ് ചെയ്ത് തീർക്കണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ഒരു വ്ളോഗ് ഉണ്ടാക്കും. അമ്മ പിന്നെ ഇങ്ങനെയല്ല, കുറേ ഇരുന്ന് ആലോചിക്കും, എന്തൊക്കെയോ നോട്ട് എഴുതി വയ്ക്കും. അവൾക്ക് തോന്നുന്ന സമയത്ത് അവളൊരു വ്ളോഗ് ഉണ്ടാക്കും. പക്ഷെ ഉണ്ടാക്കുന്നത് ഒരു ഭംഗിയായിരിക്കും, ഒരു പ്രൊഫഷണൽ, ഒരു സിനിമയുടെ ലുക്ക് വരും. ഓസിക്കും അങ്ങനെയൊന്നും വേണ്ട, ചുമ്മാ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അങ്ങനെ അപ്പച്ചി ഈ മാങ്ങ ആര് വാങ്ങിച്ചത്, അച്ഛൻ വാങ്ങിച്ചോണ്ടൊന്ന്, ആണോ പുളിയുണ്ടോ, ഇല്ല, കുറച്ച് കഴിയുമ്പോൾ ഈ മാങ്ങ കാണില്ല, അവിടെ നിന്ന് മാങ്ങയൊക്കെ പൂണിയിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പും മുളകും വാരി വിതറിയിട്ട് അവളൊരു ക്യാമറ ഓൺ ചെയ്തിട്ട് പറയും, ഈ മാങ്ങ നമ്മുടെ ഉപ്പും മുളകും മാത്രം, ഇതിൻ്റെ കൂടെ കുറച്ച് കായപ്പൊടിയും കുറച്ച് ഉലുവാപ്പൊടിയും കുറച്ച് പപ്പടവും ഒന്ന് പൊടിച്ചിട്ടിട്ട് ഒന്ന് വെളിച്ചെണ്ണ മുക്കി കഴിച്ച് നോക്കിയാൽ ഭയങ്കര ഡിഫറെൻ്റ് ഒരു വ്ളോഗായി. അത് അവളുടെ രീതി. അപ്പം ഞാൻ ഒരിക്കൽ ഒരു എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ പൈലറ്റും ക്രൂവും പോവുക. പെട്ടെന്ന് ഇങ്ങനെ പൈലറ്റിനെ തിരിഞ്ഞു നോക്കിയിട്ട്, ഓസിയുടെ അച്ഛനല്ലേ നോക്കണം, കൃഷ്ണകുമാറെന്നല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെ മലയാളിയാ, അല്ലേ പിന്നെ ഓസിയുടെ അച്ഛനെ ഞാൻ ചോദിക്കുമെന്ന് ചോദിച്ചു. ഒരു കാര്യം പറയല്ലോ, എനിക്ക് ഇവളുടെ വ്ളോഗ് വലിയ ഇഷ്ടം കേട്ടോ, ഞാൻ ഇതെല്ലാം ഡൗൺലോഡ് ചെയ്ത് വയ്ക്കും, ഫ്ലൈറ്റ് ഒന്ന് സ്റ്റഡിയായി മുകളിൽ പോയി ഞാൻ പിന്നെ ഇവിടെ നിന്ന് ഇവളുടെ വീഡിയോസ് കണ്ട് ചിരിക്കാറുണ്ടെന്ന്. അപ്പോൾ അതിന് അങ്ങനത്തേതായൊരു ഓഡിയൻസ് ഉണ്ട്. ഇഷാനി വെച്ചാൽ ടെൻഷൻ്റെ ആവാം, ഭയങ്കര ടെൻഷനാണ്, എല്ലാത്തിനും ടെൻഷനാണ്. പക്ഷേ ഭയങ്കര സത്യസന്ധയാണ്, കള്ളമേ പറയത്തില്ല. അവൾക്ക് വ്ളോഗ് എടുത്ത് തുടങ്ങുമ്പോൾ തന്നെ ടെൻഷനാണ്. എന്തെങ്കിലും എന്തോ അച്ഛൻ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കും, ഞാനൊരു വ്ളോഗ് എടുത്തോണ്ടിരിക്കുന്ന അച്ഛൻ കണ്ടില്ല, അച്ഛൻ ഒന്നും ഉണ്ടായിരുന്നുണ്ട്, അച്ഛൻ ഫോണൊന്നും സൈലൻ്റ് ആക്കൂ, എല്ലാത്തിനും ടെൻഷനാണ്. പക്ഷേ അവളുടെ വ്ളോഗിനകത്ത് ഒരു സത്യസന്ധമായൊരു ഫീല് കാണും. കാരണം അയാൾ ഒന്നും ഉള്ളതേ പറയത്തുള്ളൂ. ഹൻസിക എന്ന് വെച്ചാൽ എൻറ്റയർലി ഡിഫറെൻറ്റ്. അവൾക്ക് കോളേജിലെ കുറേ ഫ്രണ്ട്സ്, അവരെ പിടിച്ചിരുത്തുന്നു. ഇപ്പോഴത്തെ കുറേ വാക്കുകളുണ്ടല്ലോ, വൈവ്, സെറ്റ്, ഇങ്ങനെ കുറേ പുതിയ പുതിയ വാക്കുകൾ. അങ്ങനെ ഒരു ഗ്യാങ്ങുമായിട്ട് പോയി ഒരു വീഡിയോ എടുക്കുന്നു. പിന്നെ അവളിങ്ങനെ ഭയങ്കര ഫ്ലെക്സിബിളായൊരു ബോഡിയാണ്, ചുമ്മാ ഡാൻസ്, ബഹളം, അതങ്ങനെ ഒരു എല്ലാം ഞാൻ നോക്കുമ്പോൾ എല്ലാവരുടെയും വ്ളോഗ്സ് കാണാറുണ്ടോ? മുഴുവനായിട്ട് കാണാറില്ല, എങ്കിലും ഇവർ ഇടുന്ന സമയത്ത് ഞാനൊന്ന് പോയി നോക്കും, ഓടിച്ച് നോക്കും. ഇഷ്ടമാണ് അവരുടെ വ്ളോഗ്, പോയി ഒന്ന് ലൈക്ക് ചെയ്യുക, പറ്റിയൊരു കമൻറ്റ് ഇട്ടേക്കുക. അതങ്ങനെ ഒരു പോക്കാണ്. ഓക്കെ. അപ്പം സാറ് ആക്റ്റീവായിട്ട് വ്ളോഗിങ്ങിലോട്ട് നിൽക്കാത്തത് പാർട്ടിയും ഇലക്ഷനും തിരക്കും ഒക്കെ കൊണ്ടാണോ? എനിക്ക് മൾട്ടി ടാസ്കിങ് അറിയാമെങ്കിലും വലിയ ഇഷ്ടമുള്ളൊരു കാര്യമല്ല. കാരണം നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഇവിടെ ഫോൺ ഓൺ ചെയ്ത് വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് ഫോണിലോട്ട് പോകാൻ സംസാരിക്കാം, 1 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് പോകാം. പക്ഷെ എന്ത് പറ്റും വെച്ചാൽ ഈ കാര്യത്തിലും സിൻസിയറായിട്ട് പറയാൻ പറ്റത്തില്ല, ഈ ഫോണിലും സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഒരു സമയത്ത് ഒരു കാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ രാവിലെ ഓഫീസിൽ വരും, മണ്ഡലത്തിൽ ധാരാളം മരണം, മറ്റ് കല്യാണ ചടങ്ങുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും സന്തോഷകരമായ കാര്യങ്ങൾ, അപ്പോൾ അതിനെല്ലാം ഇറങ്ങും. പിന്നെ ആരെങ്കിലും വരുന്നൊരു ഇൻ്റർവ്യൂ കൊടുത്തേക്കും, ഇതിങ്ങനെ രാത്രി വരെ അങ്ങ് പോകും. അപ്പോൾ വ്ളോഗ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനായിട്ടിരുന്ന് അതിനായിട്ട് സമയം സ്പെൻഡ് ചെയ്യണം. അപ്പോഴാണ് എൻ്റെ ഒരു ഭംഗി എന്നാണ് തോന്നാറുള്ളത്. അതുകൊണ്ട് രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ച് നിൽക്കുന്നുണ്ട്. പൊതുവെ ഇങ്ങനെ എല്ലാവരും പറയും ക്യാമറ ഉറങ്ങാത്ത വീട് എന്ന് പറയും. എല്ലാവർക്കും ഉണ്ടല്ലോ, എല്ലാവരും ക്യാമറ ഓൺ ആക്കല്ലേ. അപ്പൊ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചിലപ്പോൾ ഒന്ന് ദേഷ്യപ്പെടണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ എന്തെങ്കിലും ഒന്ന് പറയണമെങ്കിലോ ചോദിക്കോ, ക്യാമറ ആരെങ്കിലും ഓൺ ആണോ, ഇവിടെ ആരെങ്കിലും വ്ളോഗ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. വീട്ടിൽ അടി ഉണ്ടാവാറില്ല, മനസ്സിലായില്ലേ? ചീത്ത വിളിക്കാനുണ്ടെങ്കിൽ പോലും ഏത് ക്യാമറ ഓണെന്ന് നമുക്ക് അറിയത്തില്ല. ശരിക്കും പറഞ്ഞാണോ? അതെ, പിന്നല്ലാതെ. കാരണം ആരുടെയെങ്കിലും ഒരെണ്ണം ഓണായിരിക്കും. അടുക്കള ചെന്ന് കഴിഞ്ഞാൽ ഓസ് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട്, ഞാൻ പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പാലക്ക മാലയാണ്, മറ്റേ മാലയാണ് സൈഡിൽ, അവിടെ ഇപ്പുറത്താണ് ഓമി കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ക്യാമറ വെച്ചിട്ട് ഹൻസിക എന്തോ ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും അതൊരു ജീവിതത്തിന്റെ ഭാഗമായി പോയി. ഭക്ഷണമൊന്നും സമയത്താരും ഇപ്പൊ കഴിക്കാറില്ല, വ്ളോഗ് എടുപ്പാ. ചേട്ടൻ ഒരുപാട് ഇന്റർവ്യൂവിൽ ഇപ്പം ദൂരദർശനിൽ വന്നതും ദൂരദർശനിൽ നിന്ന് വന്ന് അത് കഴിഞ്ഞ് കരിയർ ബിൽഡ് ചെയ്ത് അത് ഒരുപാട് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു ദൂരദർശൻ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം ലൈഫിൽ ഒരു മൈൽ സ്റ്റോൺ അല്ലേ? അവിടെ നിന്ന് എന്താ നമ്മൾ പഠിച്ചത്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ഒരു കാര്യം എന്താ? അവിടെ നിന്ന് എപ്പോഴും നമ്മൾ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതിൻ്റേതായ ഒരു നമ്മുടെ ദേഹത്തും ആ ഒരു ഡിസിപ്ലിൻ കാണും.
ഡെഫിനറ്റ്ലി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, അതുകൊണ്ട് ആവർത്തന വിരസത അവരന്ന് പറഞ്ഞു തരുന്നതാണ് ഒരു അഭിമുഖം നടത്തുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. കാരണം ഞാനിപ്പോൾ നിങ്ങളുടെ ഒരു അഭിമുഖം എടുക്കുന്നു, എന്നിട്ട് ഞാനൊരു ചെറിയ അതിനകത്തുനിന്ന് സാധനം തോണ്ടിയെടുത്തിട്ട് ഒരു ക്യാപ്ഷൻ അങ്ങോട്ട് കൊടുക്കും. നിങ്ങളത് കണ്ട് ഞെട്ടിപ്പോവും, എന്താ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ ലോങ് റൺ എന്നൊരു കാര്യമുണ്ട്. ഇപ്പം തന്നെ മേഖലയിൽ നിൽക്കുന്ന വളരെ സീനിയറായിട്ടുള്ള പത്രപ്രവർത്തകർ അവരുമായി നോക്കുക. അവരെല്ലാവരും വളരെ സത്യസന്ധമായിട്ടും അവർ കൊടുത്ത അഭിമുഖത്തിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കി ആ നേതാവിനെ പ്രൊട്ടക്റ്റ് ചെയ്ത്, നേതാവ് ആരും ആയിക്കോട്ടെ, അങ്ങനെയുള്ളവർക്ക് ഒരു റെപ്യൂട്ടേഷനും ഗുഡ് വില്ലും വരും. ആ പുള്ളിക്കാരനും പുള്ളിക്കാരിക്ക് ധൈര്യമായിട്ട് നമുക്ക് അഭിമുഖം കൊടുക്കാം, ആ അഭിമുഖം നമുക്കും ഗുണകരമാവും. എപ്പോഴും ലോങ് റൺ കണ്ടു പോകാൻ ആണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്നും ഷോർട്ട് റൺ കാര്യങ്ങൾ നോക്കരുത്. കാരണം ദൂരദർശനിലൊക്കെ വന്ന് ഒറ്റ ചാനലേ ഉള്ളൂ. ഒന്ന് ആലോചിച്ചോണം, അതിനകത്ത് ഒരു ദിവസം തല വന്നാൽ കേരളം മുഴുവൻ ശ്രദ്ധിക്കും. ആ കാലത്താണ് നമ്മൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അന്ന് അതുപോലെ തന്നെ ഈ ഫ്ലാഷ് ന്യൂസ്, ബ്രേക്കിംഗ് ന്യൂസ് ഒന്നും അധികം കൊണ്ടിരില്ല. കാരണം സമൂഹത്തിൽ അത് അനാവശ്യമായൊരു ടെൻഷൻ ഉണ്ടാക്കും. നമ്മൾ വാർത്ത അറിയിക്കുന്നതിനൊരു പേസ് ഉണ്ട്. പണ്ടൊക്കെ ഒരു മരണവും മറ്റതൊക്കെ നടന്നു കഴിഞ്ഞാൽ ദൂരദർശൻ പതുക്കെ ഒന്ന് ഡൽഹിയിലേക്ക് എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചിട്ട് ഒരു സിത്താറോ വയലിനോ എന്തെങ്കിലും മ്യൂസിക് ഇടും. അപ്പോൾ തന്നെ നമുക്കറിയാം എന്തോ സുഖകരമല്ലാത്തൊരു കാര്യം സംഭവിച്ചു. ഒരു 8-9 മണിക്കൂർ കഴിയുമ്പോൾ രാവിലെ പത്രത്തിൽ വരും, ഇന്ന ആൾക്ക് ഇന്നത് സംഭവിച്ചു. അപ്പോൾ ഒരു ഞെട്ടൽ സൊസൈറ്റിയിൽ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ 2 ആഴ്ച നമ്മൾ TV ഓഫ് ചെയ്ത് സോഷ്യൽ മീഡിയ ഓഫ് ചെയ്തിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ നമുക്ക് തോന്നും, ഓ ഭൂമി ഇത്ര ശാന്തമാണല്ലേ, ഭൂമിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് തോന്നും. അതേസമയം നമ്മളിത് കണ്ടുകൊണ്ടിരുന്നാൽ അവിടെ ബോംബ് പൊട്ടി, ഇവിടെ തീവ്രവാദ പ്രശ്നം, മറ്റിടത്ത് ഇന്നൊരു സംഭവം, ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഭൂമി മുഴുവൻ പ്രശ്നമാണെന്ന് തോന്നുന്നു. ആക്ച്വലി ഇത്ര നേരം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, എന്തെങ്കിലും അറിയുന്നുണ്ടോ ഭൂമിയിലെ സംഭവങ്ങൾ? നമുക്ക് സമാധാനം ഉണ്ടായിരുന്നു, നമ്മൾ കുറേ ചിരിച്ചു. ഫോൺ നോക്കുന്നില്ല. എന്നാൽ ഫോൺ ആവശ്യമാണ്, വളരെ ആവശ്യമുള്ള സാധനമാണ്. സോഷ്യൽ മീഡിയ വളരെ വളരെ നമുക്ക് ഉപകാരം ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം പണ്ടൊക്കെ നമുക്ക് ഒരു ഫോട്ടോയും ഒരു ലെറ്ററും ഒരു ഡൽഹിയിൽ ഒരാൾക്ക് അയക്കണം, നമ്മൾ അതിൻ്റെ കോപ്പി എടുക്കണം, ഫോട്ടോ എടുത്ത് അതിൻ്റെ കോപ്പി കിട്ടണം, എന്തൊക്കെ. ഇന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, അടുത്ത ക്ലിക്കിൽ സാധനം ഡൽഹിയിലെത്തും. അതുകൊണ്ട് ദൈവമായിട്ട് നമുക്ക് തന്ന ഒരു വലിയൊരു അനുഗ്രഹവും വരദാനമൊക്കെയാണ് ഈ മൊബൈൽ ഫോണും ഈ ഗാഡ്ജറ്റ്സും ഇപ്പോഴത്തെ ഈ പ്ലാറ്റ്ഫോംസൊക്കെ. പക്ഷേ അതിൻ്റെ ഓവർ യൂസും മിസ്യൂസും കാരണമാണ് നമുക്ക് കുറേ അപകടങ്ങൾ വരുന്നത്. അണ്ട് പണ്ട് ദൂരദർശൻ എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്തിന് അത് പറ്റുമായിരുന്നു. പക്ഷേ ഇന്ന് അതുപോലെ പറ്റില്ല. ഇന്ന് നമ്മൾ കാലത്തിനൊപ്പം നീങ്ങണം. പക്ഷേ ഒരു ഡിസിപ്ലിൻ ഒരു സാധനം എല്ലാത്തിലും ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം 1 ദൂരദർശൻ, അന്ന് അവിടെ നിന്ന് കിട്ടിയ ട്രെയിനിങ്. 2 അതിന് മുമ്പ് എത്രയൊക്കെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തിയത്. 3 NCC ഒരു ഭാഗമായിരുന്നു ഞാൻ കുറേ കാലം. ഇതെല്ലാം കൂടി വരുമ്പോൾ ബേസിക് ഡിസിപ്ലിൻ എൻ്റെ ശരീരത്തിലുണ്ട്. കുറേയൊക്കെ ഞാൻ മക്കൾക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചോദ്യം ദൂരദർശനെ പറ്റി ആയിരുന്നെങ്കിൽ പോലും അത് വലിയ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം എന്ത് നേട്ടങ്ങളുണ്ടായിട്ടുണ്ടെങ്കിലും ദൂരദർശനിൽ നിന്നാണ്. ആ ദൂരദർശനിൽ എന്നെ കയറ്റിവിട്ട 2 പേരുണ്ട്, എന്നെ വളർത്തിയ 2 പേരുണ്ട്. ശ്രീ കുഞ്ഞികൃഷ്ണൻ, ശ്രീമതി രാഗിണി. ഞാൻ അവരെ അങ്കിൾ ആൻറ്റി എന്ന് വിളിക്കും. കൺകണ്ട ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാണ്.